ഗൈസ് വെൽക്കം ടു എ സൺഡേ ഫൺഡേ വ്ളോഗ്. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങിയിലെ ജമന്തിത്തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. പള്ളുരുത്തി നേരെ കുമ്പളങ്ങിയിലേക്ക് വെച്ചു പിടിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാരും കൂടിയാണ് സുഹൃത്തുക്കളെ ജമന്തിത്തോട്ടത്തിലേക്ക് പോകുന്നത്. ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കണല്ലേ ഞങ്ങൾ ചെന്നപ്പാ. വസന്തി നിന്റെ ചേട്ടൻ വന്നടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തകരാറ് ശരിയാക്കിയ ശേഷം ഞാൻ ഒരാളെ കണ്ട്. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. കസിൻസ് എല്ലാരും വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ നേരെ ജമന്തിത്തോട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ജമന്തിത്തോട്ടത്തിന്റെ നടുവിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടാ. നടന്നുകൊണ്ടിരുന്നപ്പാ എനിക്കൊരു മോഹം എല്ലാരും കൂടി നിന്നിട്ട് ഒരു ജമ്പിങ് ഷോട്ട് എടുത്താലാന്ന്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി. നീ ജീവിതത്തിൽ മറക്കാത്തൊരു സർപ്രൈസ് തരാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേ ഞാനിവിടെ. ജമ്പിങ് ഷോട്ട് എന്ന ആഗ്രഹം തീർന്നതിന് ശേഷം ഒക്ടോബർ മാസത്തിൽ എല്ലാരും കൂടി നിന്ന് കേക്ക് മുറിക്കലായിരുന്നു അടുത്ത പരിപാടി. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. റോമിയോളിന്റെ ബർത്ത്ഡേ വിഷയത്തിന് ശേഷം കേക്ക് വിതരണ ചടങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ജമന്തിത്തോട്ടത്തിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നേരെ വന്നിരിക്കുന്നത് പ്രകൃതി രമണീയമായ കണ്ടക്കടവിലേക്കാണ്. കേരളത്തിന്റെ ആദ്യത്തെ ടൂറിസ്റ്റ് വില്ലേജായ കുമ്പളങ്ങിയിലെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളിൽ ഒന്നാണിത്. ഇത് കണ്ടക്കടവാണ്. കണ്ടക്കടവ് പുഴയും തോടും ഒക്കെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. റീനാന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്തേക്കാം. അതിനുശേഷം ഞാൻ നോക്കിയപ്പോ ഒരു സൈഡിൽ സൂര്യൻ അസ്തമിക്കുന്നു, അപ്പുറത്തല്ല മഴക്കാര്. ഇതെല്ലാം കണ്ടതിന് ശേഷം മോമോസ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ മോമോസ് വന്നു, ഫ്രഞ്ച് ഫ്രൈസ് വന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, ഫോളോ. ബൈ.